12 വയസ്സുള്ള ഒരു മകള് ഇറങ്ങിയ ഒരു ചുരിദാർ ഇട്ടിട്ട് തലേ തുണി ഇടാതെ ഉമ്മാടെ മുന്നിൽ വന്ന് നിന്ന ആ വാപ്പായ്ക്ക് അറിയത്തില്ലേ, ആ ഉമ്മായിക്ക് അറിയത്തില്ലേ മകളുടെ അവസ്ഥ? എടുത്തു കൊടുക്കണ വസ്ത്രത്തെ കുറിച്ച് ചിന്തയുണ്ടോ? അതെങ്ങനാ ഉമ്മ ആരെ ഇടണ്ടേ? ഉമ്മ നേരെ ഇട്ടാലല്ലേ അവസ്ഥ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറാൻ വെറുതെ സ്വർഗം കിട്ടുമെന്ന് കരുതിയാ ഉസ്താദ് എനിക്ക് 2 ഉണ്ടെങ്കിൽ ഓടാന്ന് വിചാരിച്ചോ? ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പെണ്ണോടി വരികയാണ്. മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ നബിയേ? എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ്, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ്. എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. വല്ലാത്ത വേദനയാണ് നബിയേ. വായിലൂടെ പത വരുമല്ലോ, കൈകാലുകളിട്ടിങ്ങനെ വിറയ്ക്കുമല്ലോ. പടച്ചവനെ, അപസ്മാരം എന്ന് പറയുന്ന രോഗമാണ് ആ പെണ്ണിനുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, മാറാനൊന്ന് ദുആ ചെയ്യുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പെങ്ങളെ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ക്ഷമിച്ചാ സ്വർഗം കിട്ടും, ക്ഷമിച്ചാ സ്വർഗം കിട്ടും, ദുആ ചെയ്താ രോഗം മാറും. എന്തു വേണമെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സ്വർഗം കിട്ടുമെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട. ഈ രോഗം വരുമ്പോൾ ക്ഷമിച്ചാൽ അല്ലാഹു എനിക്ക് പകരം സ്വർഗം തരുമെങ്കിൽ എന്റെ രോഗം മാറാ ദുആ ചെയ്യണ്ട. ആ പെണ്ണ് തിരിച്ച് നടന്നു പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ നബിയേ? എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ നബിയേ? എന്റെ രോഗം മാറാനല്ല. കേക്കടാ ചെറുപ്പക്കാരാ, ഭാര്യയോട് പറഞ്ഞു കൊടുക്ക്, പെണ്ണന്മാരോട് പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുകയാ, എന്റെ രോഗം മാറാ ദുആ ചെയ്യണ്ട. അതാ എനിക്ക് ഈ രോഗം വന്നിട്ട്, അപസ്മാരമെന്ന് പറയുന്ന രോഗം വന്നിട്ട് ഞാൻ താഴെ വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ. അന്യപുരുഷന്മാർ എന്റെ ശരീരം കാണുന്നു നബിയേ. അതുകൊണ്ട് എനിക്ക് ഈ രോഗം വന്ന് താഴെ വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ അല്ലാഹുവോട് ദുആ ചെയ്യുമോ നബിയേ? ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും ഒരാളും തന്റെ ഔറത്ത് കാണാൻ പാടില്ല. അങ്ങനെ ദുആ ചെയ്യാ മുത്തുനബിയോട് പെണ്ണ് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മുടെ പെണ്ണന്മാരുടെ അവസ്ഥ എന്തേടാ പൊന്നുമോര്? നീ ഒരു കൂടപ്പിറപ്പല്ലേ, നിനക്ക് ബാധ്യതയില്ലേ? നിന്റെ പെങ്ങളുടെ വസ്ത്രധാരണ നേരെയാക്കേണ്ട ബാധ്യത നിനക്കുണ്ടല്ലോടാ. എന്നെ പ്രിയപ്പെട്ട വാപ്പമാര്, മക്കളെ അടിച്ചേതെങ്കിലും കടയിൽ വിട്ടാ പോരാ, ഭാര്യ വെറുതെ തുണിക്കടയിൽ പറഞ്ഞു വിട്ടാ പോരാ. ആ മക്കളെയും ഭാര്യയുമായിട്ട് പോകുമ്പോ നീയും കൂടെ പോയിട്ടൊന്ന് നോക്കണ്ട്. നിന്റെ മക്കളെടുക്കുന്ന വസ്ത്രമേതാണ്, നിന്റെ മക്കളെടുക്കുന്ന വസ്ത്രമേതാണ്, അത് നിന്റെ ബാധ്യതയല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മക്കളെ മര്യാദ പഠിപ്പിക്കൂ, നിസ്കരിക്കാൻ പഠിപ്പിക്കൂ, ഖുർആൻ ഓതാൻ പഠിപ്പിക്കൂ, സ്വലാത്ത് പറയാൻ പഠിപ്പിക്കൂ, അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ, മുത്തുനബി ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ, അല്ലാഹുവിന്റെ ദീൻ എന്താണെന്ന് നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ, ശരീഅത്തിന്റെ നിയമങ്ങൾ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ. ഇത് നിന്റെ ബാധ്യതയാ. ആദ്യത്തെ ഉസ്താദ് വാപ്പയാ, ആദ്യത്തെ ഉസ്താദ് ഉമ്മയാ, പിന്നെയാണ് പള്ളിയിലെ ഉസ്താദന്മാർ. Download Moj.